വടക്കേ മലബാറിൽ പൂരോത്സവത്തിന് തുടക്കമായി. മീനമാസത്തിലെ പൂരം നാൾ വരെ ഇനി ദേവീക്ഷേത്രങ്ങൾ പൂരോത്സവത്താൽ സജീവമാകും. ബക്കളം, കാനൂൽ, ശ്രീ ആനയോട്ട് പുതിയ ഭഗവതികാവിൽ 7 നാൾ നീണ്ടു നിൽക്കുന്ന പൂരോത്സവത്തിന് തുടക്കം കുറിച്ച പൂവിടൽ ചടങ്ങും എഴുന്നള്ളത്തും നടന്നു. വടക്കേ മലബാറിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് പൂരോത്സവം കൊണ്ടാടുന്നത്. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം വരെ 9 ദിവസവും, മകയിരം നാൾ മുതൽ പൂരം നാൾ വരെ 7 ദിവസവും എന്നിങ്ങനെയാണ് ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരോത്സവം നടത്തിവരുന്നത്. ഉത്തരകേരളത്തിലെ രണ്ടാമത്തെ വസന്തോത്സവം ആണ് പൂരോത്സവം. കോപാകുലനായ മഹാദേവന്റെ 3-ാം കണ്ണിനാൽ ഭസ്മമായി പോയ തന്റെ കാമദേവനെ ജീവിപ്പിക്കാനായി അപേക്ഷിച്ച രതിദേവിയോട് വിഷ്ണു ഭഗവാൻ പൂക്കൾ കൊണ്ട് കാമവിഗ്രഹമുണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ട കഥയാണ് പൂരോത്സവത്തിന് പിന്നിലെ ഐതിഹ്യം. ഋതുമതികൾ അല്ലാത്ത ബാലികമാർ വ്രതം നോറ്റ് കാർത്തിക നാൾ മുതൽ പൂവിട്ട് പൂരം നാളിൽ ആ പൂക്കൾ ഉപയോഗിച്ച് കാമദേവ രൂപമുണ്ടാക്കി പൂജിക്കുന്ന ചടങ്ങാണ് പൂരോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്നത്. എല്ലാ പൂക്കളും പൂവിടാനായി ഉപയോഗിക്കാറില്ല. പടിപ്പുരക്ക് പുറത്തുള്ള ചെമ്പകപ്പൂ, മുരിക്കിൻപൂ, അശോകപ്പൂ, ജടപ്പൂ, മുല്ലപ്പൂ, ചെമന്തി, താമരപ്പൂ, മല്ലികപ്പൂ തുടങ്ങിയ പൂക്കളാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. ബക്കളം ആനയോട്ട് കാവിന് കീഴിലുള്ള 1200ഓളം വീടുകളിൽ പൂരോത്സവത്തിന്റെ ഭാഗമായി ഭഗവതിയുടെ എഴുന്നള്ളത്ത് സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 6 ദിവസങ്ങളിലായാണ് 1200 വീടുകളിലും വാദ്യമേളങ്ങളുടെയും പരിവാരങ്ങളുടെയും അകമ്പടിയോടെ ഭഗവതി എഴുന്നള്ളുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.